ഹിജാബ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം മൂഞ്ചിയ നിയമങ്ങളുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാതിരിക്കുക. ദയവ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മതത്തെ എല്ലാത്തിനെയും അംഗീകരിച്ചു പോകുന്ന സ്കൂളുകളുണ്ട്, അവിടെ കുട്ടികളെ ചേർക്കുക. ഇത്തരം വർഗീയ കൂടാരത്തിൽ കൊണ്ട് കുട്ടികളെ വിട്ട് തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി നാളെ ഒരു വർഗീയ വിഷം തുപ്പുന്ന വിത്തുകളാക്കി നമ്മുടെ കുട്ടികളെ മാറ്റാതിരിക്കുക. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ആദ്യമേ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന്. കാരണം ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട് ജനാധിപത്യപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിന് ഉത്തരം ഉണ്ടാകത്തില്ല. കാരണം ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചോദിക്കാതിരിക്കത്തില്ല. അപ്പൊ ഇവർ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ചു വെച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു വിടുക. അതേപോലെ തന്നെ മതഭ്രാന്ത് മൂത്ത് നടക്കുന്ന കുറെ ആളുകൾ ഇവരെ പോലെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും എന്നുള്ളതും വസ്തുതയാണ്. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ അവരുടെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഈ വിദ്യാർത്ഥി വന്നാൽ ആ സ്നേഹം ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്നേഹം ഉണ്ടാകില്ല. ആരാണ് പറയുന്നത്? ഒരു കന്യാസ്ത്രീയാണ് പറയുന്നത്. എത്ര തരം താഴ്ന്ന രീതിയിലുള്ള വർത്തമാനവും അതേപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജും ശ്രദ്ധിച്ചോ. കാരണം വളരെ അപഹാസ്യമായിട്ട് നമ്മുടെ നാട്ടില് ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇസ്ലാമുണ്ട്. പക്ഷെ ഈ മതങ്ങളെല്ലാം പറയുന്ന നല്ല കാര്യമാണ്. ഇതിൻ്റെ അകത്ത് കുറെ കുത്തിത്തിരിപ്പന്മാരുണ്ട്. ഇവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുകയും ഒരാൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഒരു സമൂഹത്തിന്റെ പ്രശ്നമാക്കി മാറുകയും ഇവിടെ വർഗീയ ധ്രുവീകരണം പോലും ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഓരോ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. നിങ്ങൾ ആ കാര്യമെങ്കിലും ഒന്ന് ഓർത്താൽ പോരെ. എല്ലാ മതവും നല്ല കാര്യങ്ങൾ പറയുന്നു, എല്ലാ മതത്തെയും ബഹുമാനിക്കാനും എല്ലാ മതത്തിന്റെ ആചാരങ്ങളെയും ബഹുമാനം കൊടുക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന മുടന്തൻ ന്യായങ്ങളും അതേപോലെ തന്നെ ബൈലോ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ശിരോവസ്ത്രം അഴിച്ചു വെച്ചിട്ട് കയറണം എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കില്ലേ? ഇവിടെ ഒരു വലിയ പ്രശ്നങ്ങളാകില്ലേ? അപ്പോൾ എല്ലാ സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള ബഹുമാനം കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത്തരം മൂഞ്ചിയ നിയമങ്ങളുള്ള സ്കൂളുകളിൽ ദയവ് ചെയ്ത് രക്ഷിതാക്കൾ ഈ കുട്ടികളെ അയക്കാതിരിക്കുക. നമ്മുടെ വിദ്യാലയങ്ങൾ, അതായത് ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നല്ല ഹൈടെക് സ്കൂളുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരം മൂഞ്ചിയ നിയമങ്ങളുള്ള സ്കൂളുകളിലേക്ക് അവരെ അയക്കാതിരിക്കുക. നല്ല ഹൈടെക് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ അവരെ വിട്ട് പഠിപ്പിക്കുക.